ശരണ്യ ശരണ്യ ചൂണ്ടിക്കാണിച്ച വഴികളിലൂടെയാണ് പോലീസിന്റെ അന്വേഷണം പോലും നടക്കുന്നത്. ജൈനമ്മയുടെയും ബിന്ദു പത്മനാഭന്റെയും തിരോധാന കേസുകളുടെ അന്വേഷണത്തിനിടെയാണ് ആയിഷയെക്കുറിച്ചും സിന്ധു എന്ന ബിന്ദുവിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശരണ്യ സ്നേഹജൻ പുറത്തുവിടുന്നത്. പോലീസ് ആ തിരോധാന കേസുകൾ അന്വേഷണം നടത്തുന്നു. ഈ റോസമ്മ, അതായത് സെബാസ്റ്റ്യൻ്റെ മുൻ പെൺസുഹൃത്തായിട്ടുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലുകൾ, അവരുടെ ദുരൂഹമായ ഇടപാടുകൾ ഇതൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവിടെ നൗഷാദ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. അതിൽ റോസമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. റോസമ്മയും സെബാസ്റ്റ്യനുമായി 2023 വരെ, അതായത് 2 വർഷം മുൻപ് വരെയും ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നൗഷാദ് വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു പുതിയ കഥാപാത്രം ഇവിടെ കയറി വരികയാണ്. അതായത് ജൂലിയും മകനും ആ വീട്ടിലുണ്ടായിരുന്നു പറയുന്നു. ആരാണ് ജൂലി എന്നറിയണം. ജൂലിയും ഈ റോസമ്മയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? ജൂലി ഇപ്പോൾ എവിടെയാണ്? അവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ജൂലിക്ക് എന്താണ് സംഭവിച്ചത്? ടോമ, ഓരോ ദിവസവും ദുരൂഹതകൾ ഏറുകയാണ്. സെബാസ്റ്റ്യനുമായും റോസമ്മയുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന പള്ളിപ്പുറം സ്വദേശിയായ നൗഷാദിനെയാണ്. നൗഷാദ് നമ്മളോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അതായത് നൗഷാദ് പ്രാദേശികമായ പൊതുപ്രവർത്തകൻ കൂടിയാണ്. ആ ഘട്ടത്തിൽ നൗഷാദ് റോസമ്മയുടെ വീടുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ്. ആയിഷ സ്ഥിരമായി തൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് എന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ നമ്മളോട് നൗഷാദിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൽ നൗഷാദ് പറഞ്ഞ പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതായത് റോസമ്മ നമ്മളോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞു, സെബാസ്റ്റ്യനുമായി ആയിഷ തിരോധാനത്തിന് ശേഷം ഒരു ബന്ധവുമില്ല എന്നവർ പറഞ്ഞു. അതിനുശേഷം പിന്നീട് അവർ നമ്മുടെ അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ വ്യക്തമാക്കിയത് 2017 സെബാസ്റ്റ്യൻ തന്നെ വിവാഹം ആലോചിച്ചു വരുന്നത്. അത് റോസമ്മ ആയിഷ തിരോധാനത്തിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യും. നമുക്കറിയാം 2012 ആയിഷ എന്ന സ്ത്രീയെ മെയ് 13 കാണാതായെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് FIR ഇടുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടായ സമയത്തും റോസമ്മ പറഞ്ഞ പല കാര്യങ്ങളും ദുരൂഹതയുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഈ കേസുകൾ, അതായത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അൺഡിക്റ്റേറ്റഡ് എന്ന് പോലീസ് എഴുതി തള്ളിയ 2 കേസുകൾ റീഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതായത് അർത്തുങ്കൽ പോലീസ് ക്ലോസ് ചെയ്തിരുന്ന, അൺഡിക്റ്റേറ്റഡ് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിരുന്ന സിന്ധു തിരോധാനവും ഒപ്പം തന്നെ ആയിഷ തിരോധാനം ചേർത്തല പോലീസും അൺഡിക്റ്റേറ്റഡ് എന്ന് എഴുതി തള്ളിയ കേസാണ്. ഈ 2ഉം കോടതിയിൽ അവർ സമീപിച്ചുകൊണ്ട് റീഓപ്പൺ ചെയ്തു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമെന്ന് തന്നെ നമുക്ക് പറയാം. വീണ്ടും അന്വേഷണം അതിനകത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും നിർണായകമായത് ഈ റോസമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് റോസമ്മ പറയുന്ന പല കാര്യങ്ങളും ദുരൂഹതയുണ്ട് എന്ന് നമ്മൾ ആദ്യഘട്ടം തന്നെ ഉറപ്പിച്ച് പറയുന്നു. അവരുടെ കോഴി ഫാമുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി മുഴുവനായി ക്ലീൻ ചെയ്യാതെ അത് അവിടെ ഉപയോഗിക്കുന്നു. ഈ കോഴി ഫാം പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് വളരെ കുറച്ചു കാലം മാത്രമേ ഇത്രയും പണം ചിലവാക്കി നിർമ്മിച്ച ഈ ഫാം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് നൗഷാദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2023 വരെ സെബാസ്റ്റ്യൻ റോസമ്മയുമായി സജീവമായ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് എന്നുള്ള സ്ഥിരീകരണമാണ് വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഈ റോസമ്മയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ 2 കേസുകൾ നൗഷാദ് നമ്മളോട് ചൂണ്ടിക്കാട്ടുന്നു. അതായത് സ്വന്തം കോമ്പൗണ്ടിന്റെ അരികിൽ കൂടി പോയ ഒരു കേബിൾ ലൈൻ, ആ കേബിൾ ലൈൻ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയ കേബിൾ ലൈൻ അടിയിൽ തീയിട്ട് കത്തിച്ച കേസ് റോസമ്മയ്ക്കെതിരെ, അതായത് ഈ ലൈൻ നശിപ്പിക്കുന്നതിന് വേണ്ടി അടിയിൽ തീയിട്ട് കത്തിച്ച ഒരു കേസ് ചേർത്തല പോലീസിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. 2, റോസമ്മ ഉപയോഗിച്ചിരുന്ന കാറ് ഒരു മതിലിടിച്ച് തകർത്ത ശേഷം അത് നിർത്താതെ മുന്നോട്ട് പോവുകയും അന്ന് വണ്ടി നമ്പർ വെച്ചാണ് പോലീസ് ഇവരാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്. ഈ 2 കേസുകളിലും നൗഷാദാണ് അന്ന് റോസമ്മയും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടും ആ പ്രദേശത്തെ പരാതിക്കാരുമായി ബന്ധപ്പെട്ടും ആ വീട്ടിൽ ഇടപെടുകയും ചെയ്തു. അപ്പോൾ ഇവരൊരു ക്യാരക്ടറിനെ കുറിച്ച് അയാൾ വളരെ കൃത്യമായൊരു പിക്ചർ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ സ്ഥിരമായി അവരെ നൗഷാദ് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത നിറഞ്ഞൊരു കാര്യം, റോസമ്മ നമ്മളോട് പറഞ്ഞതുപോലെ വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ അല്ല അവർ എന്നുള്ളതാണ്. 2023 കാലയളവ്, ഒരു 1.5 വർഷം മുൻപ് വരെ അവിടെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള നിർണായകമായൊരു വിവരമാണ് നമ്മളോട് ഈ നൗഷാദ് പങ്കുവച്ചിരിക്കുന്നത്. അതിനകത്ത് അയാൾ പറയുന്നത് ജൂലി എന്നൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ജൂലി ഇവരുടെ
ബന്ധുവാണ് ഭർത്താവ് എന്നാണ് അവർ വ്യക്തമാക്കിയത്, സഹോദരന്റെ മകളാണ് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ ജൂലിയെ സംബന്ധിച്ച് പല ഘട്ടത്തിലും ആ വീട്ടിൽ പോകുമ്പോഴും ഈ ജൂലി ഒരു കോണ്ടാക്റ്റും പുറത്തേക്ക് വെക്കാറില്ല എന്നുള്ളതാണ്. അതായത് ആ വീടിനകത്ത് അടച്ചിട്ട നിലയിലാണ് എപ്പോഴും ജൂലി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പള്ളിയിൽ പോകാൻ വേണ്ടി ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. ഒറ്റത്തവണ ആ വീടുമായി നിരവധി തവണ സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്ന ആളാണെങ്കിൽ പോലും ഒറ്റത്തവണ മാത്രമാണ് ജൂലിയുമായി ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞതെന്നാണ് നൌഷാദ് വ്യക്തമാക്കുന്നത്. അന്ന് ഈ കുട്ടി, അതായത് 7ാം ക്ലാസ്സിലോ 8ിലോ ആണ് എന്നാണ് അവർ പറയുന്നത്. കറക്റ്റായി ഈ ക്ലാസ്സുകളിൽ ഏതിലോ ആണ് ആ കുട്ടി, അന്ന് ആൺകുട്ടിയാണ്, ജൂലിയുടെ മകനായി കാണിച്ചിരുന്ന കുട്ടി അവിടെ പഠിച്ചിരുന്നത്. ആ കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നാൽ ആ വീടിനകത്താണ്, ആ കോമ്പൗണ്ടിൽ പോലും പരിസരവാസികൾ ആരും ഈ കുട്ടിയെ കാണുന്നില്ല. കുറേ നാൾ ജൂലി അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നൌഷാദ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ജൂലി കാസർഗോഡേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ് റോസമ്മ അറിയാവുന്ന ആളുകളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ റോസമ്മ പറഞ്ഞ 2 കാരണങ്ങൾ. ഒന്ന്, ജൂലിയെ സംബന്ധിച്ച് ജൂലി എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള ഒരു മറുപടി നൽകി. അത് വേറൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജൂലിയുടെ മകൻ, അതായത് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി റോസമ്മയുടെ വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചതിനെ തുടർന്ന് താൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള 2 രീതിയിലുള്ള മറുപടി പറഞ്ഞു റോസമ്മ എന്നുള്ളതാണ് നൌഷാദ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം നിരാലംബരായ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് പള്ളിപ്പുറത്തെ കേസുകൾ. ഈ റോസമ്മയുടെ പല നുണകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ശരണ്യാണ് ആദ്യമായി റോസമ്മയുമായി സംസാരിക്കുന്നത്. അന്ന് അവർ പറഞ്ഞ പല കാര്യങ്ങളിലും പല ദുരൂഹതയുണ്ടായിരുന്നു, പല സംശയങ്ങളും ഉയർന്നു വന്നതാണ്. പിന്നീട് പോലീസ് എത്തിയപ്പോൾ അവർ മറ്റൊരു മൊഴികൾ നൽകുന്നു പോലീസിനോട്. ഈ റോസമ്മയുടെ സ്ഥലവും പല രീതിയിലുള്ള അവരുടെ പുരീടവും പല ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ജൂലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഒരുപക്ഷെ ശരണ്യ ഈ വിവരം പുറത്തുവിടുമ്പോൾ, അതല്ലെങ്കിൽ നൌഷാദ് ഇക്കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ജൂലി എന്ന കഥാപാത്രത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. പോലീസിന് ഇവരെക്കുറിച്ച് വിവരമുണ്ടോ? നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലിയെക്കുറിച്ചും മകനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്താൻ തയ്യാറാകുമോ ശരണ്യ? നമ്മളിത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി വിവരം, ജൂലിയെ സംബന്ധിച്ചുള്ള വിവരം പങ്കുവച്ചിരുന്നു. അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ജൂലിയെ ഒരിക്കൽ ആലപ്പുഴയിൽ വന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ആണ് എന്നുള്ളൊരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൌഷാദ് പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. സെബാസ്റ്റ്യൻ, ആയിഷ, ഒപ്പം തന്നെ റോസമ്മ, ഈ 3 പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ജൂലി എന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യൻ ആ വീട്ടിലെ സജീവ സാന്നിധ്യമായിരുന്ന ഘട്ടത്തിൽ ജൂലി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നൌഷാദ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ എത്തിയിട്ടുള്ള ആളുകൂടിയാണ് ഈ നൌഷാദ് പറഞ്ഞത്. 2 സെപ്റ്റിക് ടാങ്കുകൾ ആ വീട്ടിൽ ഈ കോഴി ഫാമിനോട് ചേർന്ന് റിങ്ങുകൾ ഇറക്കാനായി റോസമ്മ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നിർമ്മിച്ച ഘട്ടത്തിൽ താൻ ചോദിച്ചപ്പോൾ തന്നോട് പറഞ്ഞത് നഗരസഭയുമായി ചേർന്ന് മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വളമാക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാങ്കുകൾ ഇറക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ ടാങ്കുകൾ സംബന്ധിച്ച് പിന്നീട് ഒരു പ്രവൃത്തിയും നടന്നില്ല എന്നുള്ളതും നൌഷാദ് പറഞ്ഞത്. ടാങ്കുകൾ ഇറക്കി മൂടി എന്നതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് നടന്നില്ല എന്നുള്ളത് നൌഷാദ് പറയുമ്പോൾ അതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഈ കോഴി ഫാമിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നൌഷാദ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവരൊരു ലാഭത്തിനോ ഒന്നും വേണ്ടിയല്ല ഈ ഫാം ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അവിടെ വന്നിട്ടുള്ള പണിക്കാർക്ക് പോലും സൗജന്യമായി കോഴികൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിലേക്ക് കോഴികൾ എടുക്കാനാണെന്ന് പറഞ്ഞു പോയാൽ 2 or 3 ദിവസം കഴിഞ്ഞാണ് റോസമ്മ മടങ്ങി വരുന്നതടക്കമുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട